വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഈ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള വിദഗ്ധ ഡോക്ടേഴ്സ് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധ സമിതി രൂപീകരിക്കാൻ DMEയോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നുമൊക്കെയുള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ടീം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് തന്നെ അതിൻ്റെ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും. അതായത് ഈ റിപ്പോർട്ടിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം ആണ്. ചില കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ആ നിലയിൽ പോകേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അത് പോലീസിനും അത് കൈമാറുന്നതായിരിക്കും. വകുപ്പ് എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ അപ്പോൾ അന്വേഷണ വിധേയമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണ് റിട്ടയർ ചെയ്ത് പോയിട്ടുള്ളത്, ഇപ്പോൾ സർവീസിൽ ആരെങ്കിലും ഉണ്ടോ, അപ്പോൾ ഇത് പരിശോധിച്ച് സർവീസിലുള്ളവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഡോക്ടേഴ്സ് അവിടേക്ക് തിരിച്ചിട്ടുണ്ട്, വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഈ വ്യക്തിയുടെ മകനുമായിട്ട് സംസാരിച്ചിരുന്നു. ശ്രീമതി ഉഷ ജോസഫിൻ്റെ മകനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ വിവരങ്ങൾ ഞാൻ നേരിട്ട് ചോദിച്ചറിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എടുത്ത റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ അവിടെ നിന്ന് നമുക്ക് ലഭിച്ച രേഖകൾ 10/5/2021 അവിടെ അഡ്മിറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. 12/5/2021 സർജറി നടന്നതായിട്ടാണ് കാണുന്നത്. 15-ാം തീയതി ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ കുടുംബവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിനു മുൻപ് ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബ അംഗങ്ങൾ പറഞ്ഞത്. മകൻ പറഞ്ഞത് പലതവണ വീട്ടിൽ പോയി ഡോക്ടറെ കണ്ടു എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ അക്കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ട് അന്വേഷിക്കുകയും അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു ദാക്ഷിണ്യം ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കർശനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉറപ്പാക്കപ്പെടും. ഞാനിപ്പോൾ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു കേട്ടത് ഡോക്ടർക്ക് ഇങ്ങനെ ഒരു കേസ് ഓർമ്മയില്ല, പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട്. അതെങ്ങനെയാണ്? ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടില്ല, ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു, പക്ഷെ ഈ കേസ് ഓർമ്മയില്ല. അത് എങ്ങനെയാണ് സാധ്യമാവുക? ഇതേ ഡോക്ടറെ തന്നെ വീട്ടിൽ പോയി കണ്ടതായിട്ട് മകൻ പറയുന്നു. ശ്രീമതി ഉഷ ജോസഫിൻ്റെ മകൻ പറയുന്നു പല തവണ ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ട്, അതായത് സർജറിക്ക് വേണ്ടിയിട്ടാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഇനി ചോദിച്ച കാര്യത്തിലേക്ക്, ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈനാണ്. ഇനി അങ്ങനെ ഒരു സ്ക്രബ്നേഴ്സ് ഇല്ലാതെ ആരൊക്കെയാണിത്? ഈ ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈനാണ് ഈ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സർജറി തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ സ്ക്രബ് നേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അപ്പോൾ സ്ക്രബ് നേഴ്സ് ഇല്ലാതെ ഒരു സർജറി നടക്കില്ല, ഒരിടത്ത് നടക്കില്ല. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഈ സംവിധാനങ്ങളോട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സ്ക്രബ് നേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഇതിനകത്തുണ്ട് എന്നുള്ളത്, ആ കാര്യങ്ങൾ പരിശോധിക്കുക. ഡോക്ടറും ഇത് നോക്കണം. ഇത് ഡോക്ടറിന്റെ മെൻഷർ ചെയ്യേണ്ട ആവശ്യമാണ്. സ്ക്രബ് നേഴ്സ് ഇത് ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം ഡോക്ടറിന്റെ കൂടിയാണ്. സർജറിക്ക് ശേഷവും ഡോക്ടറുടെ ഉത്തരവാദിത്വമുണ്ട്, അതിനുശേഷം ആ നഴ്സിന്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യമാണല്ലോ ഇത്. ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അവ സർജറി നടത്തി? അത് ആ ഒരു സ്ക്രബ് നേഴ്സ് അവിടെ ഇല്ല എങ്കിൽ ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യമാണ്. ഇവിടെ നേഴ്സില്ല. അങ്ങനെ സ്ക്രബ് നേഴ്സ് ഇല്ല എങ്കിൽ എങ്ങനെ ഒരു സർജറി അവർ അന്ന് നടത്തി? എങ്ങനെ ആ പ്രൊസീജിയർ അവർ നടത്തി? അങ്ങനെ നടത്താൻ കഴിയില്ലല്ലോ. മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രൊസീജിയറുകൾ നടക്കുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കി തന്നെയാണ് ചെയ്യുന്നതും ചെയ്യേണ്ടതും. ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. അതിലും ഗൗരവതരമാണ് അത് പറഞ്ഞത്. കാരണം പ്രോട്ടോകോൾ പ്രകാരം, ഗൈഡ് ലൈൻ പ്രകാരം, WHO പ്രോട്ടോകോൾ പ്രകാരം ആ സ്ക്രബ് നേഴ്സ് ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടാകണം, ഉണ്ടായേ മതിയാവുകയുള്ളൂ.
അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഒരു ഡോക്ടർ സർജറി നടത്തുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് നടത്തിയത്? അത് തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. അത് മറ്റൊരു വിഷയത്തിലേക്കാണ് ആ വാക്കുകൾ കൊണ്ടെത്തിക്കുന്നത്. അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. കാരണം ഒരു ജനറൽ അനസ്തേഷ്യ നൽകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസിൽ അങ്ങനെ ഒരു സബ് നഴ്സോ ഇല്ലാതെ തന്നെ ഇവിടെ അത് പ്രൊസീജിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അതൊരു കാലത്ത് സംഭവിക്കുന്ന കാര്യമല്ല. അത് അങ്ങനെ ഏതെങ്കിലും OT-യിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെയ്ത ആ ആളുകളുടെ ഉത്തരവാദിത്തമായിട്ട് വരും. അത് അതിലും ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഡോക്ടേഴ്സിന് അറിയാം. ഇത് ആ നിലയിലൊന്നും അല്ല. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അങ്ങനെയാണ് ഇത് നടക്കുന്നത്. പിന്നെ എളുപ്പം പറയാനുള്ള കാര്യമല്ലേ, വീട്ടിൽ പോയി കണ്ടു, പല പ്രാവശ്യം കണ്ടു, പക്ഷെ ആളെ ഓർമ്മയില്ല, കേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓർമ്മയുണ്ട്. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആ കുടുംബം പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ ഉറപ്പാക്കാൻ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കും. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. അത് എത്ര വർഷങ്ങൾക്ക് മുൻപുള്ള കേസാണെങ്കിലും, ഇപ്പോൾ മറ്റൊരു കേസ് ഉണ്ടായത് 2017 അപ്പോൾ അത് UDF കാലത്താണെങ്കിലും LDF കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.